കച്ചവടം കൊട്ടേഷൻ ഒന്നുമില്ലാത്ത ആളുണ്ടോ? എന്തോ സംഭവം എന്തോ? ഇതായിരുന്നാ? ഇത് ഏത് കുത്തകേന്റെയാ? ഏത് കുത്തകേന്റെ? ഐ മീൻ ഏത് കടേന്റെയാ? കടയുടെ ഒന്നല്ല. അല്ലാതെ ഇങ്ങനെ ഒന്ന് വെറുതെ അങ്ങ് കച്ചവടം ചെയ്യാണോ? ലേലം പോലും എടുക്കാത്ത നിങ്ങളെങ്ങനെ ഇവിടെ കച്ചവടം ചെയ്തേക്കല്? അല്ല, ജീവിക്കാൻ വേണ്ടി ആയിക്കോട്ടെ. നിങ്ങളിത് ആരാണ് എന്താണ് അറിയില്ല. കടക്കാണ്, ഓരോ കടക്കും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മുതലാളിമാരുണ്ട്. ഒരാൾ ശബരിമലയിൽ ഒന്ന് ഭക്ഷണം ഇങ്ങനെ എടുത്ത് അതിനകത്ത് എന്ത് ഫുഡ് പോയിസൺ ആയാലോ, എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി എന്ത് ചെയ്യും? ഈ സ്വാമിമാരെന്ത് റെസ്പോൺസിബിളോ? നമസ്തേ. വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു വാർത്തയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ശബരിമല നടപ്പാതയിൽ ലേലം പോലും വിളിക്കാതെ അനധികൃത കച്ചവടം, ലൈസൻസ് പോലും ഇല്ലാതെയാണ് ഇവിടെ ഈ കട പ്രവർത്തിക്കുന്നത്. 149 നമ്പർ കച്ചവട സ്ഥാപനത്തിന്റെ സൈഡിലായിട്ടാണ് ഈ ഒരു അനധികൃത കച്ചവടം നടക്കുന്നത്. കച്ചവടത്തിനായി ലേലത്തിൽ പോലും പങ്കെടുക്കാതെ ഇയാൾ എങ്ങനെയാണ് ശബരിമല പോലുള്ള ഒരു സന്നിധിയിൽ കച്ചവടത്തിനെത്തിയത്? ഇയാളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണം കഴിച്ച ആർക്കെങ്കിലും, ഏതെങ്കിലും അയ്യപ്പ ഭക്തന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദികൾ ആരായിരിക്കും? വലിയ ലേലം വിളിയും ടെൻഡർ വിളിയുമായി നടക്കുന്ന ഈ പരിപാടി നടത്തുന്ന സർക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഇമാതിരി തെമ്മാടിത്തരങ്ങളൊന്നും കാണുന്നില്ലേ? ജീവിക്കാൻ വേണ്ടിയാണ് ഈ കച്ചവടം നടത്തുന്നത് എന്നാണ് അയാൾ പറയുന്നത്. കച്ചവടം കൊട്ടേഷൻ ഒന്നുമില്ലാത്ത ആളുണ്ടോ? എന്തോ സംഭവം എന്തോ? ഇതായിരുന്നാ? ഇത് ഏത് കുത്തകേന്റെയാ? ഏത് കുത്തകേന്റെ? ഐ മീൻ ഏത് കടേന്റെയാ? കടയുടെ ഒന്നല്ല. അല്ലാതെ ഇങ്ങനെ ഒന്ന് വെറുതെ അങ്ങ് കച്ചവടം ചെയ്യാണോ? ലേലം പോലും എടുക്കാത്ത നിങ്ങളെങ്ങനെ ഇവിടെ കച്ചവടം ചെയ്തേക്കല്? അല്ല, ജീവിക്കാൻ വേണ്ടി ആയിക്കോട്ടെ. നിങ്ങളിത് ആരാണ് എന്താണ് അറിയില്ല. കടക്കാണ്, ഓരോ കടക്കും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മുതലാളിമാരുണ്ട്. ഒരാൾ ശബരിമലയിൽ ഒന്ന് ഭക്ഷണം ഇങ്ങനെ എടുത്ത് അതിനകത്ത് എന്ത് ഫുഡ് പോയിസൺ ആയാലോ, എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി എന്ത് ചെയ്യും? ഈ സ്വാമിമാരെന്ത് റെസ്പോൺസിബിളോ? ഒരു കുത്തകയില്ലാത്ത ആളിങ്ങനെ, അല്ല ഒരു അഡ്രസ്സും ഇല്ലാത്ത ആളിങ്ങനെ വെക്കുവാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി വേണ്ടേ? ഒരു കട വേണ്ടേ? എന്തെങ്കിലും വേണ്ടേ? അല്ലേ? ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ സാധനം കൊടുത്തു, സ്വാമിമാർക്ക് എന്തോ പറ്റി, ഫുഡാണ് പോയിസൺ ആവാം, എന്തെങ്കിലും കാരണവശാൽ അതിൻ്റെ പെസ്റ്റിസൈഡ് അടിച്ചതോ വേറെ എന്തോ കാരണം കൊണ്ട് കഴിച്ച സ്വാമിമാർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായി, ആരാ റെസ്പോൺസിബിൾ? അത് കൊള്ളാം. അതല്ലേ ഞാനിപ്പം പറഞ്ഞിട്ട് പോയത്, മാറ്റണം. ചേട്ടൻ വീഡിയോ എടുത്തോണ്ടാ സംസാരിക്കുന്നതെന്ന്. ഇല്ല, നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഇത് ആരുമായിക്കൊള്ളട്ടെ, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ആരുമായിക്കൊള്ളട്ടെ, പക്ഷെ ഇയാളുടെയൊക്കെ പക്കൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കഴിച്ച് ഭക്തന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരാണ് ഇതിന് ഉത്തരം പറയുക? എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നടന്നിട്ടും അതിൽ ഇടപെടാത്തത്? ഭക്തർ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ഇമാതിരി ചെറ്റത്തരങ്ങളും ഇമാതിരി തെമ്മാടിത്തരത്തിലും പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം കൂട്ടുനിൽക്കുകയാണോ? കാരണം ഇതിനോടനുബന്ധിച്ച് നിൽക്കുന്ന ഈ കച്ചവട സ്ഥാപനം, അതായത് 149 നമ്പർ കച്ചവട സ്ഥാപനം, ഈ കച്ചവട സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വാർത്ത ഞങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും.